أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد തവാബിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എഴുത്തിനെ കുറിച്ചും അത്തുഫും ബിൽ ഹർഫിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം തഅ്കീദിനെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. തഅ്കീദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തഅ്കീദ് മഅനവി ഉണ്ട്, ലഫ്ളി ഉണ്ട് എന്ന് പറഞ്ഞു. മഅനവി ചില പ്രത്യേകമായ ലഫ്ളുകളെ കൊണ്ടുണ്ടാകുന്ന തഅ്കീദുകളാണ് നഫ്സ്, ഐന്, കുല്ല്, ജമീഅ്, കില, കിൽത്ത. ഈ പറയപ്പെട്ട ലഫ്ളുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തഅ്കീദിനാണ് മഅനവിയായ തഅ്കീദ് എന്ന് പറയാം. അതേസമയം ലഫ്ളിയായ തഅ്കീദ് എന്ന് പറഞ്ഞാൽ ആ പദത്തെ വീണ്ടും ആവർത്തിക്കുക, ഒരു പദത്തെ വീണ്ടും ആവർത്തിക്കുന്നതിനാണ് ലഫ്ളിയായ തഅ്കീദ് എന്ന് പറയാം. ഉദാഹരണം അഹാക്ക അഹാക്ക എന്ന ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ബൈത്തിൽ ഈ അഹാക്ക എന്ന് 2 വട്ടം ആവർത്തിച്ചു. അഹാക്ക എന്ന ഇസ്മിനെ 2 വട്ടം ആവർത്തിച്ചു. ഇവിടെ ലഫ്ളിയായ തഅ്കീദ് ഉണ്ട് എന്ന് പറയാം. ചിലപ്പോൾ ഫിഅലിനെ ആവർത്തിക്കും. അത്താക്ക അത്താക്ക, നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഇങ്ങനെ അത്താ എന്ന ഫിഅലിനെ അതിന് മഫ്ഊലോടുകൂടെ ആവർത്തിച്ചു. ഇങ്ങനെ ഫിഅലിനെ ആവർത്തിക്കുന്നു. ഇത് ലഫ്ളിയായ തഅ്കീദാണ്. ഇനി ഇഹ്ബിസ്, ഇഹ്ബിസ് ഈ ബൈത്തിൽ തന്നെ ഇഹ്ബിസ് എന്ന അംറു ഫീലും അതിന് ഫായിലും കൂടെ ജുംല, ആ ജുംലയെ ആവർത്തിക്കുന്നു. ഇങ്ങനെ ജുംലയെ ആവർത്തിച്ചുകൊണ്ട് തഅ്കീദ് വരാം. പിന്നെ ലാ ലാ അബൂഹു ഈ ബൈത്തിൽ ഈ ലാ എന്ന നഫീൻ്റെ ലാ ആവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹർഫിനെ ആവർത്തിച്ചുകൊണ്ടും ലഫ്ളിയായ തഅ്കീദ് വരാം. അപ്പോൾ ഇസ്മിനെയോ ഫീലിനെയോ ഹർഫിനെയോ അല്ലെങ്കിൽ ജുംലയെ തന്നെയോ ഒക്കെ ആവർത്തിക്കുന്നതിനാണ് ലഫ്ളിയായ തഅ്കീദ് എന്ന് പറയാം. ഇനി അതുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യം, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരതിയതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ തൗക്കീദുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കണ്ടത്. ആ ചോദ്യം എന്താണ്? ഖറഅത്തുൽ കിതാബ കുല്ലഹു. ഇവിടെ ഖറഅത്തുൽ കിതാബ കുല്ലഹു, ഞാൻ കിതാബ് മുഴുവനും വായിച്ചു. ഇവിടെ ലഫ്ളത്തു കുല്ല, കുല്ല എന്നുള്ളതിൻ്റെ ആ ലഫ്ള് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, മഅനവിയായ തൗക്കീദാണ് അല്ലേ. നഫ്സ്, ഐന്, കുല്ല്, ജമീഅ്, കില, കിൽത്ത തുടങ്ങിയ പദങ്ങളെ കൊണ്ടുള്ള തൗക്കീദിനാണ് ലഫ്ളിയായ മഅനവിയായ തൗക്കീദ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അങ്ങനെ തഅ്കീദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ കഴിയുന്നു. ഇനി തവാബിയിൽപ്പെട്ട മറ്റൊരു താബിയാണ് അത്തുഫുൽ ബയാൻ എന്ന് പറയുന്നത്. അത്തുഫുൽ ബയാൻ, അത്തുഫുൽ ബയാൻ എന്ന് പറഞ്ഞാൽ ഹുവ താബിഉൻ മുവദ്ദിഹുൻ ലി മത്ബൂഇഹി, മത്ബൂഇനെ വ്യക്തമാക്കുന്ന വിശദീകരിക്കുന്ന താബിയാണ് അത്തുഫുൽ ബയാൻ എന്ന് പറയാം. ലി മത്ബൂഇഹി അൽ മഅരിഫത്തി, മഅരിഫയായ മത്ബൂഇനെ ഒന്നുകൂടി വിശദീകരിച്ച് തരുന്ന ആൾ. ഔ മുഖസ്സിസുൻ ലി മത്ബൂഇഹി അൻ നക്കിറത്തി, അല്ലെങ്കിൽ നക്കിറയായ മത്ബൂഇനെ ഒരു തഖ്സീസ് നൽകി തരുന്ന ആൾ. ഈ രൂപത്തിലുള്ള താബിയിനാണ് അത്തുഫുൽ ബയാൻ എന്ന് പറയാം. ഇപ്പോൾ അത്തുഫ് ബയാനിൽ ഉദാഹരണം നോക്കൂ. ഹാദ സെയ്ദുൻ അത്താജിറു, ഹാദ സെയ്ദുൻ അത്തുഫ് ബയാനല്ല. അഖ്സാമ ബില്ലാഹി അബൂ ഹഫ്സിൻ ഉമറു, ഇത് അത്തുഫ് ബയാൻ ഉദാഹരണമാണ്. അഖ്സാമ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു. ആര് സത്യം ചെയ്തു? അബൂ ഹഫ്സിൻ, അബൂ ഹഫ്സ് എന്നവർ സത്യം ചെയ്തു.
അബു ഹഫ്സ് എന്നുള്ളത് അലമാണ്, കുഞ്ഞത്ത് അലമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുഞ്ഞത്ത് അലമാണ് അബു ഹഫ്സ് എന്നുള്ളത്. കുഞ്ഞത്ത് അലം എന്ന് പറഞ്ഞാൽ അബ്, ഉമ്മ് കൊണ്ടൊക്കെ തുടങ്ങുന്ന, ഇപ്പോൾ ഉമ്മു സലമ, അബൂ ഹുറൈറ തുടങ്ങി ഉമ്മ്, അബ് കൊണ്ടൊക്കെ തുടങ്ങുന്ന ഇത്തരം ഇസ്മുകൾക്കാണ്, അലമുകൾക്കാണ് കുഞ്ഞത്ത് അലമു എന്ന് പറയാം. ഏതാവട്ടേത് അലമാണ്, അതുകൊണ്ട് മാരിഫയാണ്. അഖ്സമ ബില്ലാഹി, അഖ്സമിൻ്റെ ഫായിലാണ് ഈ അബു ഹഫ്സ്. അബു ഹഫ്സ് അലമാണ്, അതൊരു മാരിഫയാണ്. ഈ മാരിഫയായ ഈ അബു ഹഫ്സ് എന്നുള്ളത് ആരാണെന്ന് ഒന്നുകൂടി വിശദീകരിച്ച് തരാൻ വേണ്ടി വന്ന ഒരു അത്ഫുൽ ബയാനാണ് ഉമറു എന്നുള്ളത്. അഖ്സമ ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. അബു ഹഫ്സ് എന്നവർ സത്യം ചെയ്തു പറഞ്ഞു. അതായത് ഉമർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു പറഞ്ഞു. ഇവിടെ അബു ഹഫ്സ് എന്ന മാരിഫയെ ഒന്നുകൂടി വിശദീകരിക്കാൻ വേണ്ടി വന്നതാണ് ഈ ഉമറു എന്നുള്ള ഈ അത്ഫുൽ ബയാന്. ഇനി ചിലപ്പോൾ നക്കിറയായിട്ട് ആണ് മുഅക്കദ് നക്കിറയായിട്ടാണ് ഈ മത്ബൂഅ് വന്നതെങ്കിൽ അതിന് തഖ്സീസ് ചെയ്യാൻ വേണ്ടിയും ഈ അത്ഫുൽ ബയാൻ വരാറുണ്ട്. അതൊരു ഉദാഹരണമാണ് ഹാദാ ഖാത്തമുൻ ഹദീദുൻ. ഹാദാ, ഇത്, ഖാത്തമുൻ, ഒരു മോതിരമാകുന്നു. ഒരു മോതിരത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ് ഹാദാ, ഇത്, ഖാത്തമുൻ, ഒരു മോതിരമാകുന്നു. ഇവിടെ ഖാത്തമ് എന്നുള്ളത് മഅരിഫ അല്ല, അത് അലമല്ല, ദമീറല്ല, അലിഫ്ലാമുള്ള പദമല്ല, അല്ലെങ്കിൽ മഅരിഫിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ട പദമല്ല. ഇങ്ങനെ മഅരിഫയായിട്ട് നമ്മൾ എന്തെല്ലാം പറയുന്നുണ്ടോ ഒന്നുമല്ല. ഖാത്തമ് എന്നുള്ളത് ഒരു നക്കിറയായ ഇസ്മാണ്, ഏതോ ഒരു മോതിരാണല്ലോ. ഈ നക്കിറയായ ഇസ്മിന് അതിനും അത്ഫ് ബയാൻ വരാറുണ്ട്. അതാണ് ഹദീദ് എന്നുള്ളത്. ഹാദാ ഖാത്തമുൻ ഹദീദുൻ, ഇത് ഖാത്തമാണ്, മോതിരമാണ്. അതായത് ഹദീദുൻ, ഇരുമ്പാണ്, എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ മോതിരമാണ്. ഇവിടെ ഖാത്തമു എന്ന് പറഞ്ഞാൽ മോതിരം എന്നേ അർത്ഥമുള്ളൂ. അത് വെള്ളിയുടെ മോതിരമാവാം, സ്വർണ്ണ മോതിരമാവാം, ഇങ്ങനെ പല ജാതി മോതിരങ്ങളുണ്ട്. ആ മോതിരങ്ങളിൽ നിന്ന് ഇത് ഇരുമ്പിൻ്റെ മോതിരമാണ് എന്ന ഒരു തഖ്സീസ് ഈ ഹദീദുൻ എന്ന അത്ഫുൽ ബയാൻ കൊണ്ട് കിട്ടി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നക്കിറയായ ഇസ്മിനും അത്ഫുൽ ബയാൻ വരാറുണ്ട്, മഅരിഫക്കും അത്ഫുൽ ബയാൻ വരാറുണ്ട്. മഅരിഫക്ക്, ഇപ്പോൾ അബു ഹഫ്സ് പോലത്തെ മഅരിഫക്ക് അത്ഫുൽ ബയാൻ വരുമ്പോൾ ആ മഅരിഫയായ ഈ അബു ഹഫ്സ് അത് ആരാണെന്ന് ഒന്നുകൂടി വിശദീകരിക്കുന്ന, അതാരാണെന്ന് കൃത്യമായിട്ട് വിശദീകരിച്ച് തരുന്ന ഒരു താബിയായിരിക്കും അത്ഫുൽ ബയാൻ. അതേസമയം ഖാത്തമുൻ പോലെ നക്കിറയായ ഇസ്മിനെ അത്ഫുൽ ബയാൻ വരുമ്പോൾ ആ നക്കിറയായ ഇസ്മിനെ ഒന്നുകൂടി തഖ്സീസ് ചെയ്യുന്ന, നക്കിറയായ ഇസ്മ എന്ന് പറയുമ്പോൾ ഒരു ജിൻസിൽ വ്യാപകമായ, ഖാത്തമു എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകത്തെ ഏതെല്ലാം മോതിരമുണ്ടോ അതൊക്കെ പെടും. ഇങ്ങനെ ആ ഒരു ജിൻസിൽ വ്യാപകമായി കിടക്കുന്ന ഒരു പദമാണ് ഖാത്തമു എന്നുള്ളത്. അതിൽ നിന്ന് പലതിനെയും ഒഴിവാക്കി, സ്വർണ്ണമോതിരത്തിനെ ഒഴിവാക്കി, വെള്ളിയെ ഒഴിവാക്കി, ഇങ്ങനെ പലതിനും ഒഴിവാക്കി ചെറിയൊരു തഖ്സീസ് നൽകുന്ന താബിയായിരിക്കും നക്കിറയ്ക്ക് വേണ്ടി വരുന്ന അത്ഫുൽ ബയാൻ. അപ്പോൾ അത്ഫുൽ ബയാൻ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞത്? താബിയുൻ, അതൊരു താബിയാണ്. മുവല്ലിഹൻ ലി മത്ബൂഇഹി അൽ മഅരിഫത്തി, മഅരിഫയായ മത്ബൂഇനെ വിശദീകരിച്ച് തരുന്ന താബിയാണ്. അല്ലെങ്കിൽ ഔ മുഖസ്സിസുൻ ലി മത്ബൂഇഹി അൻ നക്കിറത്തി, നക്കിറയായ മത്ബൂഇനെ തഖ്സീസ് നൽകുന്ന മഅരിഫയാണ്, തഖ്സീസ് നൽകുന്ന താബിയാണ്. ഇങ്ങനെ രണ്ട് രൂപത്തിലും അത്ഫുൽ ബയാൻ വരാം. അത്ഫുൽ ബയാനും അതുപോലെ തന്നെ നമ്മുടെ നഅത്ത് തമ്മിൽ നിന്നുണ്ട് ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ് വ്യത്യാസം? അൽ ഫർഖു ബൈനഹു വ ബൈന നഅത്തി, അത്ഫുൽ ബയാനിൻ്റെയും നഅത്തിനും ഇടയിലുള്ള വ്യത്യാസം അന്നഹു ജാമിദുൻ ഗൈറു മുഅവ്വലിൻ ബിമുസ്തഖിൻ, ഇതാണ് വ്യത്യാസം. അന്നഹു ജാമിദുൻ, അത്ഫുൽ ബയാൻ എന്നുള്ളത് അതൊരു ജാമിദായ പദമായിരിക്കും. ജാമിദ് എന്ന് പറഞ്ഞാൽ മുസ്തഖ് അല്ല എന്നർത്ഥം. മുസ്തഖ് എന്ന് പറഞ്ഞാൽ ഒരു മസ്തറിൽ നിന്ന് പിടിച്ചെടുക്കുന്ന, മസ്തറിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഇസ്മുകളുണ്ടല്ലോ,
ഇപ്പോൾ ലർബ് എന്ന മസ്തറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഇസ്മാണ് ലാരിബ് എന്ന ഇസ്മു ഫായിൽ, മൽറൂബ് എന്ന ഇസ്മു മഫ്ഊല്. അതുപോലെ തന്നെ അൽറബ് ഏറ്റവും അടിക്കുന്നവൻ, ഇങ്ങനെ ഇസ്മു തഫ്ദീൽ അല്ലെങ്കിൽ സിഫത്ത് മുഷബ്ബഹ്, ഇങ്ങനെ തുടങ്ങി ഒരു ഫിഅലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മസ്തറിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഇസ്മുകൾക്കാണ് മുസ്തഖായ ഇസ്മുകൾ എന്ന് പറയാം. ഈ മുസ്തഖായ ഇസ്മുകളായിട്ടായിരിക്കും നമ്മുടെ നിഴത്ത് വരാറ്. അതേസമയം അത്തുഫുൽ ബയാന് അങ്ങനെ മുസ്തഖായിട്ടല്ല വരാറ്, മറിച്ച് ജാമിദായ ഇസ്മായിട്ടാണ് വരിക. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. സംഭവം രണ്ടും മത്തുബൂവിനെ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം അത്തുഫുൽ ബയാൻ ജാമിദായിരിക്കും, നിഴത്ത് മുസ്തഖുമായിരിക്കും. നിഴത്തിന് ഉദാഹരണമാണ് ഹാദാ സെയ്ദുൻ അത്താജിറു. ഹാദാ സെയ്ദുൻ അത്താജിറു, ഇത് സെയ്ദാണ്. അത്താജിറു കച്ചവടക്കാരനായ സെയ്ദ്. ഈ താജിർ എന്നുള്ളത് സെയ്ദിൻ്റെ സിഫത്താണ്. അവിടെ നോക്കൂ, താജിർ എന്നുള്ളത് തിജാറത്ത് എന്ന മസ്തറിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു ഇസ്മു ഫായിലാണ്. ഇങ്ങനെ മുസ്തഖായിട്ടാണ് നിഴത്ത് വരാറ്. ഇത് ചിലപ്പോൾ മുസ്തഖായിട്ടല്ലാതെ നിഴത്ത് വരാറുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ മുസ്തഖായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കും. ഉദാഹരണം മറർത്തു ബി സെയ്ദിൻ ഹാദ. മറർത്തു ഞാൻ നടന്നുപോയി, ബി സെയ്ദിൻ സെയ്ദിൻ്റെ അടുത്തുകൂടെ നടന്നുപോയി. ഏത് സെയ്ദ്? ഹാദ, ഏതാ? ഈ ഉള്ളവനായ സെയ്ദിൻ്റെ അടുത്തുകൂടെ. അവിടെ ഹാദ സിഫത്തായിട്ടാണ് വന്നത്. പക്ഷേ ഹാദ എന്നുള്ളത് മുസ്തഖൊന്നുമല്ല, ഒരു മസ്തറിൽ നിന്ന് പിടിച്ചെടുത്ത ഇസ്മു ഫായിലോ ഇസ്മു മഫ്ഊലോ ഒന്നുമല്ലല്ലോ, മറിച്ച് ഒരു ഇശാറത്തിൻ്റെ ഇസ്മാണ് ഹാദ. ഇങ്ങനെ മുസ്തഖായിട്ടല്ലാതെ സിഫത്ത് വന്നാൽ അതിനെ മുസ്തഖായി നമ്മൾ വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനിച്ചാണ് ഇവിടെ കാണിക്കുന്നത് ഐ അൽ മുഷാരി ഇലൈഹി എന്ന്. അപ്പോൾ മറർത്തു ബി സെയ്ദിൻ, ഞാൻ സെയ്ദിൻ്റെ അടുത്തുകൂടെ നടന്നുപോയി. ഏത് സെയ്ദ്? അൽ മുഷാരി ഇലൈഹി, അവനിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഈ സെയ്ദിൻ്റെ അടുത്തുകൂടെ ഞാൻ നടന്നുപോയി. ഇങ്ങനെ ഹാദ എന്ന ആ ജാമിദിനെ അൽ മുഷാർ ഇലൈഹി എന്ന ഒരു മുസ്തഖായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചു. മുഷാർ ഇലൈഹി എന്നുള്ളത് മുസ്തഖാണ്. അഷാറ യുഷീറു ഇഷാറത്തൻ, ഈ ഇഷാറത്ത് എന്നതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഒരു ഇസ്മു മഫ്ഊലാണ് മുഷാർ ഇലൈഹി. ചുരുക്കി പറഞ്ഞാൽ നിഴത്ത് എപ്പോഴും മുസ്തഖായിട്ടോ അല്ലെങ്കിൽ മുസ്തഖായി തഅ്വീൽ ചെയ്യപ്പെടുന്ന രൂപത്തിലോ മാത്രമേ വരികയുള്ളൂ. അതേസമയം അത്തുഫുൽ ബയാൻ അങ്ങനെയല്ല, അത് ജാമിദായ ഇസ്മായിട്ടാണ് വരിക. നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കൂ, അഖ്സാമു ബില്ലാഹി അബൂ ഹഫ്സിൻ ഉമറു. ഇവിടെ ഉമറാണ് അത്തുഫുൽ ബയാൻ. ഉമർ എന്നുള്ളത് ഒരു മസ്തറിൽ നിന്ന് പിടിച്ചെടുത്ത ഇസ്മു ഫായിലോ ഇസ്മു മഫ്ഊലോ അല്ലെങ്കിൽ അങ്ങനത്തെ മുസ്തഖായ ഇസ്മൊന്നുമല്ലല്ലോ, ഇതൊരു വ്യക്തിയുടെ പേരാണ്, ആലമാണ്. എന്നതുപോലെ ഹാദാ ഖാത്തമുൻ ഹദീദുൻ, ഈ ഹദീദ് ഇവിടെ അത്തുഫുൽ ബയാനാണ്. അത് ഏതെങ്കിലും ഒരു മസ്തറിൽ നിന്ന് പിടിച്ചെടുത്ത ഇസ്മു ഫായിലോ ഇസ്മു മഫ്ഊലോ ആണോ? അല്ല, മറിച്ച് ഇരുമ്പ് എന്നർത്ഥമുള്ള ഒരു ജാമിദായ ഇസ്മാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് അത്തുഫുൽ ബയാൻ വരാറ്. അടുത്ത പോയിന്റ് വഹുവ യുവാഫിഖു മത്ബൂഅഹു. വഹുവ, ഈ അത്തുഫുൽ ബയാന് യുവാഫിഖു, അത് യോജിക്കും, മത്ബൂഅഹു, മത്ബൂഇനോട് യോജിക്കും. ഏതൊക്കെ വിഷയത്തിൽ? ഫി തൻകീരി വത്തദ്കീരി വൽ ഇഫ്രാദി വഫുറൂഇഹിന്ന. തൻകീർ, തദ്കീർ, ഇഫ്രാദ്, പിന്നെ അവയുടെ ഫർഉകൾ, ഈ വിഷയത്തിലൊക്കെ എന്ത് ചെയ്യും? യോജിക്കും. തൻകീർ എന്ന് പറഞ്ഞാൽ നെക്കിറയാവുക എന്നർത്ഥം. അപ്പം മത്ബൂ നെക്കിറയാണോ? ഈ അത്തുഫ് ബയാനായിട്ട് വന്ന ഈ താബിയും നെക്കിറയായിരിക്കണം. ഈ തൻകീറിൻ്റെ ഫർ ആണ്, അതിൻ്റെ നേരം ഓപ്പോസിറ്റാണ് പിന്നെ തഴരീഫ് എന്നുള്ളത്. അപ്പോൾ അതിലും യോജിക്കണം. അതായത് മത്ബൂഉ മഅരിഫിയാണോ എങ്കിൽ താബിയും മഅരിഫി ആയിരിക്കും. അതാണ് തൻകീറിലും അതിൻ്റെ ഫറയിലും യോജിക്കും എന്ന് പറഞ്ഞാൽ. അടുത്താണ് തദ്കീർ. തദ്കീർ എന്ന് പറഞ്ഞാൽ മുദക്കറാവുക എന്നാണ്.
മത്ബൂഅ് മുദക്കറാണോ എങ്കിൽ താബിയായിട്ട് വരുന്ന ഈ അത്ഫ് ബയാനും മുദക്കറായിരിക്കും. മത്ബൂഅ് മുഅന്നസാണെങ്കിൽ ഈ അത്ഫ് ബയാനും മുഅന്നസായിരിക്കും. അപ്പോൾ തദ്കീറിലും അതിൻ്റെ ഫർആയിട്ട് വരുന്ന തഅനീസ് മുഅന്നസാവുക ഈ രണ്ട് വിഷയത്തിലും ഈ അത്ഫുൽ ബയാന് അത് മത്ബൂഇനോട് യോജിക്കും. ഇനി മറ്റൊരു വിഷയമാണ് ഇഫ്രാദ്. അതിലും യോജിക്കും. ഇഫ്രാദ് പറഞ്ഞാൽ മുഫ്രദായിട്ട് വരാം, ഒന്ന് വഹദാനായിട്ട് വരാം. അതിലെ ഫറകളാണ് പിന്നെ തസ്നിയ, ജംഅ് ഇവയൊക്കെ. ഈ ഇഫ്രാദിലും അതിൻ്റെ ഫറകളായിട്ട് വരുന്ന തസ്നിയയിലും ജംഇലും ഒക്കെ യോജിക്കണം. മത്ബൂഅ് മുഫ്രദാണോ അത്ഫ് ബയാനും മുഫ്രദായിരിക്കും. മത്ബൂഅ് മുസന്നയാണോ അത്ഫ് ബയാനും മുസന്നയായിരിക്കും. മത്ബൂഅ് ജംആണോ അത്ഫ് ബയാനും ജംആയിരിക്കും. കമാ യുവാഫിഖു നഅ്തു മൻഊതഹു, നഅ്തു മൻഊത്തിനോട് യോജിക്കും പോലെ. സിഫത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇഅ്റാബിൻ്റെ വിഷയത്തിൽ യോജിക്കണം, നക്കിറ മാരിഫ വിഷയത്തിൽ യോജിക്കണം, തദ്കീർ തഅനീസ് വിഷയത്തിൽ യോജിക്കണം, ഇഫ്രാദ് തസ്നിയ ജംഉ വിഷയത്തിൽ യോജിക്കണം. ഇങ്ങനെ 10ൽ 4 കാര്യങ്ങളിൽ മൗസൂഫ്, സിഫത്ത് ഇവ പരസ്പരം യോജിക്കണം എന്നതുപോലെ തന്നെയാണ് അത്ഫ് ബയാൻ്റെയും അവസ്ഥ. അത്ഫ് ബയാൻ അതിൻ്റെ മത്ബൂഇനോട് ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളിലും യോജിക്കണം. അത്ഫുൽ ബയാൻ മഅരിഫയ്ക്കും നക്കിറക്കും വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് അഖ്സമ ബില്ലാഹി അബൂ ഹഫ്സിൻ ഉമർ. അഖ്സമ ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു. അബൂ ഹഫ്സ് എന്നവർ സത്യം ചെയ്ത് പറഞ്ഞു. ഈ അബൂ ഹഫ്സ് എന്ന മഅരിഫക്ക് തഅക്കീദായിട്ടാണ് ഉമർ വന്നിട്ടുള്ളത്. തഅക്കീദല്ല അത്ഫ് ബയാനായിട്ട്, അതിനെ വിശദീകരിക്കുന്ന അത്ഫ് ബയാനായിട്ട്. അതായത് ഉമർ വന്നു, ഉമർ റളിയല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞു. എന്താ സത്യം ചെയ്ത് പറഞ്ഞത്? മാ മസ്സഹ, ആ മൃഗത്തെ സ്പർശിച്ചിട്ടില്ല, ആ മൃഗത്തിനെ ബാധിച്ചിട്ടില്ല. മിൻ നഖബിൻ വലാ ദബരിൻ, നഖബോ അല്ലെങ്കിൽ ദബറോ, രണ്ടും അസുഖങ്ങളാണ്. ഒട്ടകങ്ങൾക്കൊക്കെ വരുന്ന 2 അസുഖങ്ങൾ. ഈ അസുഖങ്ങളൊന്നും ഈ മൃഗത്തെ ബാധിച്ചിട്ടില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ഇവിടെ നമ്മുടെ വിഷയം അഖ്സമ ബില്ലാഹി അബൂ ഹഫ്സിൻ ഉമർ എന്നിടത്ത് ഉമർ എന്നുള്ളത് അത്ഫ് ബയാനായിട്ട് വന്നു എന്നുള്ളതാണ്. നക്കിറക്ക് അത്ഫ് ബയാൻ വരും. അങ്ങനെ വരുമ്പോൾ ആ നക്കിറയായ ഇസ്മിന് ഒരു തഖ്സീസ് നൽകുന്നതായിരിക്കും അത്ഫ് ബയാൻ എന്ന് പറഞ്ഞു. ഉദാഹരണമാണ് ഹാദാ ഖാത്തമുൻ ഹദീദുൻ, ഇത് മോതിരമാണ്, അതായത് ഇരുമ്പാണ് എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ മോതിരമാണ്. അപ്പോൾ ഖാത്തമിന് ഒരു തഖ്സീസ് നൽകി ഹദീദ് എന്നുള്ളത്. ഇവിടെ ഹദീദിനെ സിഫത്ത് എന്ന് പറയാൻ പറ്റൂലേ? സിഫത്ത് നമ്മൾ പറഞ്ഞു അത് എപ്പോഴും മുസ്തഖായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മുസ്തഖായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റിയതായിട്ടേ വരുള്ളൂ. ഹദീദ് മുസ്തഖല്ലല്ലോ. ഇസ്മു ഫായിലോ ഇസ്മു മഫ്ഊലോ തുടങ്ങിയ ഒരു മുസ്തഖായിട്ടാണ് ആര് വരാം? നഅ്ത്ത് വരാം. ഓക്കെ അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചോദ്യം ചോദിക്കുകയാണതിന് മുമ്പ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ചോദ്യം കേട്ടിട്ട് മാർച്ച് 2023 ചോദിച്ച ചോദ്യമാണ്. ഇസ്തഖ്ബലൽ മലിക്കു ഡേഷ് അസ്സുഫറാ അൽ അറബ്. ഇസ്തഖ്ബലൽ മലിക്കു, രാജാവ് സ്വാഗതം ചെയ്തു. അബ്ദുള്ള രാജാവ്, കിങ് അബ്ദുള്ള സ്വാഗതം ചെയ്തു. അസ്സുഫറാ അൽ അറബ്, അറബ് സഫീർ എന്താ പറയാ? അംബാസഡർ. ഓക്കെ, അംബാസഡർമാരെ സ്വാഗതം ചെയ്തു. ഇവിടെ
ഏത് രൂപത്തിലാണ് വായിക്കേണ്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ടോ? ഇസ്തഖ്ബലൽ മലിക്കു ഡാഷ് അസ്ഫറാ അൽ അറബ്. ഉത്തരം പറഞ്ഞോളൂ. അതെ, എ ആണ് വരാം. മലിക് എന്ന ആ ഒരു മാരിഫിയ ഇസ്മിൻ്റെ ഒരു അത്ഫ് ബയാനായിട്ട് ആ രാജാവ് ആരാണെന്ന് ഒന്ന് വിശദീകരിച്ച് തരുന്ന ഒരു അത്ഫ് ബയാനാണ് ഈ അബ്ദുള്ള എന്നുള്ളത്. ഇസ്തഖ്ബലൽ മലിക്കു അബ്ദുല്ലാഹി. താബിയാകുമ്പോൾ മത്തുബൂയിൻ്റെ അതേ ഇറാബാണല്ലോ ഉണ്ടാവുക. ഇസ്തഖ്ബലയുടെ അതെ അതെ, ഇസ്തഖ്ബലയുടെ ഫായിലാണ് മലിക്ക്, അതുകൊണ്ട് മലിക്കിന് റഫ് ആണ്. ഇസ്തഖ്ബലൽ മലിക്കു, അതേ റഫ് ആണ് ആർക്കുണ്ടാവുക? അതിൻ്റെ താബിയായിട്ട് വരുന്ന അബ്ദുള്ള എന്നതിനുണ്ടാവുക. ഈ അബ്ദുള്ള എന്നതിന് റഫ് ചെയ്ത ആമിൽ ആരാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അബ്ദുള്ള എന്ന ആ അബ്ദു എന്നതിന് റഫ് ചെയ്ത ഇസ്തഖ്ബല എന്ന പേര്. കാരണം അതിന് മത്ബൂഅ് മലിക്ക് എന്നുള്ളതാണ്. മലിക്കിന് റഫ് ചെയ്തത് ഇസ്തഖ്ബലയാണ്. ആ ഇസ്തഖ്ബല തന്നെയാണ് താബിയാകുന്ന അബ്ദു എന്നതിനും റഫ് ചെയ്യുക. ഇനി അവസാനത്തെ താബികളിൽ നിന്ന് അഞ്ചാമത്തേതാണ് ബദൽ. ഇതൊന്നും സിലബസിൽ അങ്ങനെ കൃത്യമായി പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ബദൽ എന്ന് പറഞ്ഞാൽ ഹുവ താബിഉൻ ബിലാ വാസിത്തത്തിൻ മഖ്സൂദിൻ ബിൽ ഹുക്ം. ഒരു വാസിത്തയൊന്നും കൂടാതെ വരുന്ന താബി ആണ് ബദൽ. വാസിത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ താബിയുടെ കൂട്ടത്തിൽ വാസിത്തയോട് കൂടെ വരുന്ന താബികളുണ്ടല്ലോ. അതായത് അത്ഫും ബിൽ ഹർഫ്. ജാഅനി സൈദുൻ വ അംറുൻ. അവിടെ അമ്രു എന്നുള്ളത് താബിയാണ്. പക്ഷെ അവിടെ താബിയായിട്ട് വരുമ്പോൾ വാവ് എന്ന ഒരു അത്ഫിൻ്റെ അക്ഷരം മധ്യവർത്തിയാക്കിക്കൊണ്ട് വാവ് മുഖേനയാണ് താബിയായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വാസിത്തയോട് കൂടെ അല്ലാതെ വരുന്ന ഒരു താബിയാണ് ബദൽ. മാത്രമല്ല മഖ്സൂദുൻ ബിൽ ഹുക്മ്. മഖ്സൂദും ബിൽ ഹുക്മ്, ഹുക്മ് കൊണ്ട് മഖ്സൂദായ താബികൾ. ഹുക്മ് കൊണ്ട് പ്രത്യേകം നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ലക്ഷ്യം വെക്കുന്ന താബികൾ. ഉദാഹരണം പറഞ്ഞാൽ ജാഅനി സൈദുൻ അബൂക്ക. ജാഅനി സൈദുൻ അബൂക്ക. ജാഅനി എൻ്റെ അടുക്കൽ വന്നു. സൈദുൻ, സൈദ് വന്നു. അതായത് എന്നെന്ത് നിൻ്റെ വാപ്പ വന്നു. ഇവിടെ അബൂക്ക എന്നുള്ള ബദലാണ്, സെയ്ദ് എന്നതിൽ നിന്ന് ബദലാണ്. ഇവിടെ സെയ്ദ് എന്നതിൻ്റെയും അബ് എന്നതിൻ്റെയും ഇടയിൽ വാവ്, ഫാ തുടങ്ങിയ അത്തഫിൻ്റെ അക്ഷരങ്ങളൊന്നുമില്ലാതെ വന്ന ഒരു താബിയാണ്. അത് മാത്രം പോരാ, മഖ്സൂദ് ബിൽ ഹുക്കുമാണ്. അബൂക്ക എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മൾ ഹുക്കുമിനെ കൊണ്ട് മഖ്സൂദ് ലക്ഷ്യം വെക്കുന്നത്. ജാ എന്നുള്ളതാണ് ഇവിടുത്തെ ഹുക്കുമ്. ജാ വന്നു എന്ന ഹുക്കുമാണ് ഇവിടെ പറയുന്നത്. ആ വന്നു എന്ന് നമ്മൾ പറയുന്ന ഹുക്കുമ്, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആര് വന്നു എന്നാണ്? അബൂക്ക, നിൻ്റെ ഉപ്പ വന്നു എന്ന് പറയലാണ്. ഉപ്പൻ്റെ പേരാണ് സെയ്ദ്. പക്ഷെ സെയ്ദ് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിൻ്റെ ഉപ്പ വന്നു എന്നുള്ളതാണ് നമ്മൾ വിഷയം. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നിൻ്റെ വാപ്പച്ചി വന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഹുക്കുമ് കൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിക്കപ്പെടുന്ന ഈ താബിയിനാണ്
ബദൽ എന്ന് പറയാം. ഈ ബദൽ 6 രൂപത്തിലുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ജാഅനി സെയ്ദുൻ അബൂക്ക എന്നെടുത്ത് വേണമെങ്കിൽ അബൂക്ക എന്നതിന് അത്ഫ് ബയാനായിട്ടൊക്കെ വെക്കട്ടോ, തർക്കീബ് അത്ഫ് ബയാനായിട്ടൊക്കെ വെക്കാം. അങ്ങനെ വരുമ്പോൾ വ്യത്യാസം എന്താണ്? വ്യത്യാസം അവിടെ സെയ്ദ് വന്നു എന്ന് പറയലായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക. അത്ഫ് ബയാൻ ആകുമ്പോൾ അവിടെ ജാഅനി സെയ്ദുൻ, എൻ്റെ അടുക്കൽ സെയ്ദ് വന്നു, ഈ സെയ്ദ് വന്നു എന്ന് പറയായിരിക്കും ഉദ്ദേശം. ഇതിലുള്ള സെയ്ദ് ആരാണെന്നൊന്ന് വിശദീകരിക്കൽ മാത്രമാണ് അബൂക്ക. സെയ്ദ് ആരാണ്? അതിൻ്റെ ബാപ്പയാണ്. ആ അബൂക്ക എന്നുള്ളത് സെയ്ദ് ആരാണെന്നൊന്ന് വിശദീകരിക്കാൻ വേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഇവിടെ സെയ്ദ് വന്നു എന്ന് പറയാനാണ് നമുക്ക് ഉദ്ദേശം. ബദലാകുമ്പോൾ നേരെ തിരിച്ച്, ആ ബദലായിട്ട് വന്ന അബൂക്ക അതാണ് നമ്മുടെ ഉദ്ദേശം. നിൻ്റെ വാപ്പ വന്നു എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ സെയ്ദ് പറഞ്ഞിട്ട് അതിൻ്റെ ബദൽ അബൂക്ക പറയുന്നു. അബൂക്കയാണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ, മഖ്സൂദ് അബൂക്കയാണെങ്കിൽ അതിൻ്റെ ബദൽ എന്ന് പറയും. അത്ഫ് ബയാനാകുമ്പോൾ ആദ്യം പറഞ്ഞതാണ് ഉദ്ദേശം, രണ്ടാമത്തെ എന്ത് ചെയ്തു? ഈ അത്ഫ് ബയാനായിട്ട് വന്നത് ആ ഒന്നാമത് പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണമായിട്ട് അതാരാണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഉണ്ടാവുള്ളൂ. അതാണ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ. നമ്മുടെ കസ്ത് അനുസരിച്ചൊക്കെയാണ് ഉണ്ടാവുക. നമ്മുടെ ഉദ്ദേശം എന്താണോ അതനുസരിച്ച്. ഏകദേശം എല്ലാ ബദലുകൾക്കും ബദലിൻ്റെ സ്ഥാനത്ത് നമുക്ക് തർക്കീബ് അത്ഫ് ബയാൻ എന്നും പറയാൻ പറ്റും, നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച്. ഈ ബദൽ 6 കിസ്മുകളുണ്ട്. സാധാരണ 3 കിസ്മുകളുണ്ടെന്ന് പറയലുണ്ട്. ഇനി ചില കിതാബുകൾ 6 കിസ്മുകളായിട്ട് എണ്ണിയിട്ടുണ്ട്. 6 കിസ്മുകൾ. ഏതൊക്കെയാണ് കിസ്മുകൾ? 1 ബദലു കുല്ലിൻ മിൻ കുല്ലിൻ, കുല്ലിൽ നിന്നുള്ള കുല്ല് ബദൽ എന്ന് പറഞ്ഞാൽ ആ മത്ബൂഅ് മുഴുവനുമാണ് ഇവിടുത്തെ ബദലായിട്ട് വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് ജാഅനി സെയ്ദുൻ അഹൂക്ക, എൻ്റെ അടുക്കൽ സെയ്ദ് വന്നു. എന്ത്? അഹൂക്ക, നിൻ്റെ സഹോദരൻ വന്നു. ഇവിടെ സെയ്ദ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നതെങ്കിൽ അത് മുഴുവനുമാണ് അഹൂക്ക എന്നതുകൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ സെയ്ദ് എന്ന ഈ കുല്ലിൽ നിന്ന് അഹൂക്ക എന്ന കുല്ല് ബദലായിട്ട് വന്നു. ഇതിനാണ് ബദലു കുല്ലിൻ മിൻ കുല്ലിൻ എന്ന് പറയാം. രണ്ടാമത്തെ ഐറ്റമാണ് ബദലു ബഅലിൻ മിൻ കുല്ലിൻ, കുല്ലിൽ നിന്നുള്ള ബഅല് ബദൽ. ബഅല് എന്ന് പറയുമ്പോൾ ഒരു ഭാഗം മാത്രമാണ്, കുല്ല് പറയുമ്പോൾ മുഴുവനും. ഈ മുഴുവനത്തിൽ നിന്നുമുള്ള ഒരു അല്പത്തിനെ മാത്രം ബദലായിട്ട് കൊണ്ടുവരാം. ഇതാണ് ബദലു ബഅലിൻ മിൻ കുല്ലിൻ. ഉദാഹരണം അക്കൽത്തു റഗീഫ സുലുസഹു, അക്കൽത്തു ഞാൻ കഴിച്ചു, അർ റഗീഫ റൊട്ടിയെ ഞാൻ കഴിച്ചു, റൊട്ടി ഞാൻ കഴിച്ചു, എന്നെന്ത് സുലുസഹു അതിൻ്റെ 1/3 ഭാഗം ഞാൻ കഴിച്ചു. ഇവിടെ റഗീഫ എന്നതിൻ്റെ ബദലാണ് സുലുസ എന്നുള്ളത്. സുലുസ 1/3 ഈ 1/3 എന്നുള്ളത് ഈ റഗീഫ് എന്നതിൻ്റെ ഒരു ബഅലാണ്. റഗീഫ് കുല്ലാണ്, മുഴുവനും റൊട്ടിയാണ്, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സുലുസ് എന്നുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഈ സുലുസ് എന്ന് പറയുന്ന ബഅല് റഗീഫ് എന്ന കുല്ലിൽ നിന്ന് ബദലായിട്ട് വന്നു. ഇതാണ് ബദലു ബഅലിൻ മിൻ കുല്ലിൻ. മൂന്നാമത്തെ ബദൽ ബദലു ഇസ്തിമാലിൻ. ബദലു ഇസ്തിമാൽ എന്ന് പറയുമ്പോൾ ഈ ബദലായിട്ട് വന്നത് അതിൻ്റെ മത്ബൂഇൻ്റെ കുല്ലും അല്ല ബദലും അല്ല, കുല്ലുമല്ല ബഅലുമല്ല, ഇത് രണ്ടുമല്ലാത്ത വേറെ ഒരു ബന്ധമുള്ള സംഗതിയായിരിക്കും. ഉദാഹരണത്തിന് അഅജബനി സെയ്ദുൻ ഇൽമുഹു, അഅജബനി എന്നെ അത്ഭുതപ്പെടുത്തി, സെയ്ദുൻ സെയ്ദ് എന്നെ അത്ഭുതപ്പെടുത്തി, എന്നെന്ത്? ഇൽമുഹു സെയ്ദിൻ്റെ വിജ്ഞാനം, അറിവ്, അതെന്നെ അത്ഭുതപ്പെടുത്തി.
ഇവിടെ ഇൽമു എന്നുള്ളത് സെയ്ദുൻ എന്നതിൽ നിന്ന് ബദലാണ്. എന്നാൽ സെയ്ദിൻ്റെ മുഴുവനുമാണോ അവൻ്റെ ഇൽമു എന്ന് പറയുന്നത്? അല്ല. സെയ്ദിൻ്റെ ബഅദാണോ അവൻ്റെ ഇൽമു എന്നുള്ളത്? അതും അല്ല. എന്നാലും സെയ്ദുമായി ബന്ധമുള്ള ഒരു വിശേഷണം ഒക്കെയാണ് അവൻ്റെ ഇൽമു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള ബദലിനാണ് ബദൽ ഇസ്തിമാല് എന്ന് പറയാം. ഇതൊക്കെ താബിയാണ്. അതിൻ്റെ ഇറാബുകളൊക്കെ ശ്രദ്ധിച്ചോളി. അഅജബനി സെയ്ദുൻ, സെയ്ദ് എന്നുള്ളത് അഅജബിൻ്റെ ഫായിലാണ്, അതിന് റഫ് ആണ്. അതിൽ നിന്ന് ബദൽ വന്നപ്പോൾ ഇൽമു, ഇൽമു ഉണ്ടാവും. ബദലിനും റഫ് ആണ് ലഭിച്ചത്. അക്കൽത്തുർ റഗീഫ സുലുസഹു, അക്കൽത്തുൻ്റെ മഫ്ഊലാണ് റഗീഫ, അപ്പോൾ ഇത് മൻസൂബാണ്. മൻസൂബിൽ നിന്ന് ബദൽ വന്നപ്പോൾ സുലുസ ഉണ്ടാവും, ബദലിന് നസ്ബാണ്. ഇങ്ങനെ ഇറാബിൻ്റെ വിഷയത്തിൽ താബിയാകും. 3 ബദലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ 4ാമത്തെ ബദൽ ബദലു ഇൽറാബിൻ, ഇൽറാബിൻ്റെ ബദൽ. എന്താണ് ഇൽറാബിൻ്റെ ബദൽ എന്ന് പറഞ്ഞാൽ? ഇൽറാബിൻ്റെ ബദൽ ഉദാഹരണം പറയാം. തസദ്ദഖ്തു ബി ദിർഹമിൻ ദീനാരിൻ. എല്ലാത്തിനും ഒരേ ഉദാഹരണമാണ്. നമ്മളെ ഉദ്ദേശത്തിനനുസരിച്ചാണ് ബദൽ ഇൽറാബും ബദൽ ഗലത്തും ബദൽ നിസ്യാനും ഒക്കെ ആയിട്ട് മാറാം. 4ാമത്തെ ബദൽ ബദൽ ഇൽറാബ്, 5ാമത്തേത് ബദൽ ഗലത്ത്, 6ാമത്തേത് ബദൽ നിസ്യാൻ. ഒക്കെ ഒരേപോലെയാണ് ഉദാഹരണം വരാം. നമ്മൾ ഉദ്ദേശത്തിനനുസരിച്ച് അത് ബദൽ ഇൽറാബാകും, ബദൽ ഗലത്താകും, ബദൽ നിസ്യാനാകും. ഇപ്പോൾ തസദ്ദഖ്തു, ഞാൻ ധർമ്മം ചെയ്തു. ബി ദിർഹമിൻ, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം. ബി ദിർഹമിൻ, ദിർഹം കൊണ്ട് ഞാൻ ധർമ്മം ചെയ്തു. ഒരു വെള്ളി നാണയം ഞാൻ ധർമ്മം ചെയ്തു. ദീനാരിൻ, ദീനാറ് ഞാൻ ധർമ്മം ചെയ്തു. ദീനാറ് സ്വർണ്ണ നാണയം. ഇവിടെ ദിർഹം പറഞ്ഞ് തൊട്ടുടനെ ദീനാറ് പറയാണ്. ആദ്യം വെള്ളി നാണയം പറഞ്ഞു, തൊട്ടുടനെ സ്വർണ്ണ നാണയം പറയുന്നു. ഇവിടെ എപ്പോഴാണ് ബദൽ ഇൽറാബ് ഇതിനെക്കുറിച്ച് പറയാം? ഇദ്ദേഹം ദിർഹമും ധർമ്മം ചെയ്തിട്ടുണ്ട്, ദീനാറും ധർമ്മം ചെയ്തിട്ടുണ്ട്. ആദ്യം വെള്ളി നാണയം ദിർഹം സ്വതക്ക ചെയ്തു എന്ന് പറയാൻ ഉദ്ദേശിച്ചു, അത് പറഞ്ഞു. അങ്ങനെ തസദ്ദഖ്തു ബി ദിർഹമിൻ എന്ന് പറഞ്ഞു. പെട്ടെന്നാണ് അതിനേക്കാൾ വലുത് സ്വർണ്ണ നാണയമാണല്ലോ, അതും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി പറയട്ടെ എന്ന് കരുതി ദീനാറ് എന്നുകൂടി പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏത് പറയലാ ഉദ്ദേശം? ദിർഹം പറയലാണോ അല്ല ദീനാറ് പറയലാണോ? 2 ഉദ്ദേശമുണ്ട്. ആദ്യം ദിർഹമിൻ എന്ന് പറഞ്ഞപ്പോൾ അത് ഉദ്ദേശത്തോടു കൂടി പറഞ്ഞു തന്നെയായിരുന്നു. പിന്നെയാണ് ദീനാറ് സ്വതക്ക ചെയ്ത് ഓർമ്മ വന്നത്, അപ്പോൾ അതും പറഞ്ഞു. ഇങ്ങനെ 2 ഉദ്ദേശം ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ അതൊരു ഇൽറാബ് എന്ന് പറയാം. ഇൽറാബ് എന്ന് വാക്കിൻ്റെ അർത്ഥം എന്താ? തെന്നിമാറ, തിരിഞ്ഞു കളയാന്നൊക്കെ അർത്ഥം. ആദ്യം ദിർഹം സദക്ക ചെയ്തു എന്ന് പറഞ്ഞു, എന്നിട്ട് അതിൽ നിന്ന് തിരിഞ്ഞ് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാണ്. ദീനാറും സദക്ക ചെയ്തു എന്ന് പറയാണ്. 5ാമത്തെ ബദൽ ബദൽ ഒലത്തിൻ. ഒലത്ത് എന്ന് പറഞ്ഞാൽ പിഴവ് എന്നാണ്. ഇവിടെ 2ാമത്തേത് പറയാനാണ് ഉദ്ദേശം, ദീനാറ് പറയാനാണ് ഉദ്ദേശം. പക്ഷെ 1ാമത്തേത് പേച്ച് പറഞ്ഞു പോയതാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശമില്ലാതെ നമ്മൾ നാവിൽ നിന്ന് വന്നു പോകുമല്ലോ, അങ്ങനെയൊക്കെ ഒരു പിഴവായിട്ട് വന്നുപോയി. നാക്ക് പിഴവ് കൊണ്ട് ആദ്യം ദിർഹം പറഞ്ഞു, ഉദ്ദേശം അതല്ലായിരുന്നു, ദീനാറ് പറയലായിരുന്നു ഉദ്ദേശം. ഇങ്ങനെ പറയുമ്പോൾ തസദ്ദഖു ബി ദിർഹമിൻ അല്ല ദീനാരിൻ, വെള്ളി ഞാൻ സദക്ക ചെയ്തു അല്ല സ്വർണം കൊടുത്തു, ഈ ഒരു അർത്ഥത്തിന് വേണ്ടി പറയുമ്പോൾ അവിടെ ദീനാറ് പറയലാണ് ഉദ്ദേശം. ദിർഹം നമ്മുടെ നാവിൽ അറിയാതെ വന്നുപോയി, ഗലത്തൻ വന്നു പോയതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇതിനാണ് ബദൽ ഗലത്ത് എന്ന് പറയാം. 6ാമത്തേത് ബദൽ. എങ്ങനെ? പിഴവ് എന്നാണ്.
പിഴവ്. ഇവിടെ നാക്ക് പിഴ കൊണ്ടാണല്ലോ ദിർഹം ആദ്യം പറഞ്ഞത്. എന്നിട്ട് ആ പിഴവ് തിരുത്താണ് ദീനാരിൻ പറഞ്ഞിട്ട്. ആറാമത്തേത് ബദലു നിസിയാനിൻ. നിസിയാൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മറവി എന്നൊക്കെയാണ് കേട്ടോ. മറവി. ഇവിടെ എന്ത് ചെയ്തു? മറന്നുകൊണ്ട് ദിർഹം പറഞ്ഞു. അപ്പോൾ ദിർഹം പറയാൻ ഉദ്ദേശമുണ്ട്. നേരത്തെ പോലല്ല, ഒലത്ത് പോലല്ല. ഒലത്തിൻ്റെ കൂടെ ദിർഹം അറിയാതെ പറഞ്ഞു പോയതാണ്, പിഴച്ച് പറഞ്ഞതാണ്. ഇവിടെ അങ്ങനെയല്ല. തസദ്ദഖു ദിർഹമിൻ, ദിർഹം സദഖ ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് ഉദ്ദേശത്തോടു കൂടെ പറഞ്ഞത് തന്നെയാണ്. പറയൽ ഉദ്ദേശിച്ച് പറഞ്ഞു തന്നെയാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവനക്ക് പിഴവ് ബോധ്യപ്പെട്ടത്. പടച്ചനെ, ദിർഹമല്ലല്ലോ കൊടുത്തത്, ദീനാറാണല്ലോ കൊടുത്തത് എന്ന് അവനക്ക് തെറ്റ് പറ്റി എന്ന് ബോധ്യപ്പെടാണ്. ആ തെറ്റ് തിരുത്താണ് ദീനാരിൻ, ഞാൻ ദീനാർ സദഖ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ദിർഹം ഉദ്ദേശത്തോടു കൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദിർഹമല്ലല്ലോ ഞാൻ സദഖ കൊടുത്തത്, ആ പറഞ്ഞെടുത്ത് മറന്ന് പറഞ്ഞതാണല്ലോ എന്നൊക്കെ ബോധ്യപ്പെടുന്നത്. ഉടനെ ദിർഹമിൽ നിന്ന് ബദലായിട്ട് ദീനാരിൻ എന്ന് പറയുന്നു. ഇതിന് ബദലു നിസിയാൻ എന്ന് പറയും. വ്യത്യാസം എന്താണ്? ബദലു നിസിയാൻ ആകുമ്പോൾ അവിടെ പിഴവ് വരുന്നുണ്ട്, പക്ഷെ പിഴവ് മനസ്സിലാണ് പിഴവ് വന്നത്. ബദൽ വലത്താകുമ്പോഴോ നാവിനാണ് പിഴവ് വന്നത്. നമ്മുടെ ഉദ്ദേശം ദിർഹം പറയലായിരുന്നില്ല, ദീനാർ പറയൽ തന്നെയായിരുന്നു ഉദ്ദേശം. പക്ഷേ നാക്ക് പിഴ കൊണ്ട് ദിർഹം പറഞ്ഞു പോയതാണ്. എന്നിട്ട് അതിൻ്റെ ബദലായിട്ട് ദീനാർ കൊണ്ടുവന്നു. ഇങ്ങനെ 6 ബദലുകളുണ്ട്. അതിൽ മഷ്ഹൂറായ ബദലുകൾ ഈ ആദ്യം പറഞ്ഞ 3 ബദലുകളാണ്. ബദലു കുല്ല് മിൻ കുല്ല്, ബദലു ബഅദ് മിൻ കുല്ല്, ബദലു ഇസ്തിമാൽ. മറ്റുള്ളതൊക്കെ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഒരു ചോദ്യം PSC ലെക്ചറർ ഇൻ അറബിക്കിന് ചോദിച്ച ചോദ്യമാണ്. ബനൈതു ദാറ അസാസഹ. ബനൈതു, ഞാൻ ബിനാ ചെയ്തു എന്നുവെച്ചാൽ ഞാൻ നിർമ്മിച്ചു. അദ്ദാറ, വീട് ഞാൻ നിർമ്മിച്ചു. എന്നത് അസാസഹ, ആ വീടിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ തറ ഞാൻ നിർമ്മിച്ചു. ഓക്കെ, ഇത് ബദൽ മുത്താബിഖാണോ? ബദൽ മുത്താബിഖ് എന്ന് പറഞ്ഞാൽ ബദൽ കുല്ല് മിൻ കുല്ലിനാണ് ബദൽ മുത്താബിഖ് എന്ന് പറയട്ടോ. രണ്ടാമത്തെ ബദൽ ബഅദ് മിൻ കുല്ല്, ബദൽ ഇസ്തിമാൽ, തമ്മീസ്. ബദൽ മുത്താബിഖ് ആകുമോ? ഓപ്ഷൻ സെലക്ട് ചെയ്തവരുണ്ട്. അതെ, ബി ആണ് ആൻസറായിട്ട് വരിക. കാരണം ഈ വീടിൻ്റെ ഒരു ബഅദ്, ഒരു ജുസ് മാത്രമാണ് അതിൻ്റെ അത് തറ എന്ന് പറയുന്നത്. ദാറ് എന്നുള്ളത് കുല്ലാണ്, തറയും തറയല്ലാത്തതും ഒക്കെ ഉൾപ്പെട്ട മുഴുവനാണ് ദാറ്. അസാസ് എന്നുള്ളത് അതിൻ്റെ ഒരു ബഅദ് മാത്രമാണ്, ദാറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതിൻ്റെ അടിത്തറ. അപ്പോൾ ഇവിടെ ദാറ് എന്ന കുല്ലിൽ നിന്ന് അസാസി എന്ന ബഅദിനെ ബദലായിട്ട് കൊണ്ടുവന്നു. ഇത് ബദലു ബഅദിൻ മിൻ കുല്ലാണ്. ഈ ഒരു ചോദ്യമാണ് നമുക്ക് കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞത്. തവാബിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അതിൽ ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കണോ? അതിൽ ഞാൻ ഏതെങ്കിലും തർക്കീബ് ഇറാബ് നോക്കണോ? നമ്മളിഷ്ടം പോലെ ചെയ്യാം. ക്ലാസ് ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്, സമയം ഇനിയും ബാക്കിയുണ്ട്. ബദലു മുത്താബിക്കിന് വേറൊരു പേര് പറഞ്ഞായിരുന്നല്ലോ എന്ന് തോന്നുന്നു. നമ്മൾ ബദലു കുല്ലിൻ മിൻ കുല്ല് എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു പേരാണ് ബദലുൻ മുത്താബിഖുൻ എന്നുള്ളത്. മുത്താബിഖ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം യോജിച്ചത് എന്നാണ്. യോജിച്ചത്. കുല്ല് പറഞ്ഞിട്ട് കുല്ല് പറയുമ്പോൾ 2 യോജിപ്പുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ജാഅനി സയ്യിദുൻ അഹൂക്ക, എൻ്റെ അടുക്കൽ സെയ്ദ് വന്നു എന്നത് അഹൂക്ക നിൻ്റെ സഹോദരൻ വന്നു. ഇവിടെ സെയ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ
അതപ്പാടെയാണ് അഹൂക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെയ്ദ് എന്നുള്ളതും അഹൂക്ക എന്നുള്ളതും പരസ്പരം യോജിപ്പുള്ളതാണ്, മുത്താബിക്കാണ്. അപ്പോൾ ഈ ബദൽ കുല്ല് മിൻ കുല്ല് എന്ന് ആദ്യം പറഞ്ഞ ഇതിനാണ് ബദൽ മുത്താബിക്ക് എന്ന് മറ്റൊരു പേരുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു ബൈത്തിൻ്റെ തർക്കീബ് വേണമെങ്കിൽ നോക്കാം. ഇവിടെ ലഫ്ലിയായ തർക്കീദിന് വേണ്ടി ഉദാഹരണമായിട്ട് കൊണ്ടുവന്ന ഒരു ബൈത്തായിരുന്നു. ഫഅൈന ഇലാ ഐനൻ നജാഉ ബിബഗ്ലതി അതാക അതാകല്ലാഹി ഖൂനഹ് ബിസ്ഹബിസി. ഫഅൈന എവിടേക്കാണ്? ഈ ഐന എന്നുള്ളത് ലറുഫ് മക്കാനാണ്, ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ഒരു ലറുഫാണല്ലോ. അതിലൊരു ചോദ്യത്തിൻ്റെ അർത്ഥമുണ്ട്, അതാണ് ഫീഹി മഅനിൽ ഇസ്തിഫാം. ഇസ്തിഫാമിൻ്റെ അർത്ഥവും അതിൽ ഇൻക്ലൂഡാണ്. മുത്തഅല്ലിഖും ബി മഹദൂഫിൻ, അത് കളയപ്പെട്ടതിനോട് മുത്തഅല്ലിഖാണ് എന്ന് പറഞ്ഞാൽ ജാറ് മജ്റൂറുകൾക്കും ലറുഫിനൊക്കെ ഒരു തഅല്ലുഖ് ഉണ്ടായിരിക്കും, ഒരു ബന്ധം ഉണ്ടായിരിക്കും. ഒരു ഫീലിനോടോ അല്ലെങ്കിൽ ഫീലിൻ്റെ മഅനയിലുള്ള ഇസ്മിനോടൊക്കെ തഅല്ലുഖ് ഉണ്ടായിരിക്കും, ബന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് എവിടേക്ക് എന്നത് ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, ആ ഫീൽ ഇവിടെ പറഞ്ഞിട്ടില്ല, കളയപ്പെട്ട നമ്മൾ സങ്കല്പിക്കുന്ന ഒരു ഫീലാണ്. ഇങ്ങനെ ആ സങ്കല്പിക്കപ്പെടുന്ന ആ ഫീലിനോടാണ് ഐന എന്ന ലറുഫ് ബന്ധിക്കുന്നത്. അപ്പോൾ ഐന അസ്റഉ എന്നുണ്ടാവുക, ഐന അഞ്ചു, എവിടേക്ക് ഞാൻ അഞ്ചു എന്ന് പറഞ്ഞാൽ അസ്റഉ, ഞാൻ ഓടിപ്പോകും, എവിടേക്ക് ഞാൻ ഓടിപ്പോകും. ഈ അസ്റഉ എന്ന ഫീലാണ് ഐനയുടെ മുത്തഅല്ലഖായിട്ട് വരുന്നത്. ഇലാ ഐനൻ നജാഉ, ഇലാ ഐന എവിടേക്കാണ് അൻ നജാഉ ഓടി രക്ഷപ്പെടൽ, എങ്ങോട്ടാണ്? ഈ ഇലാ ഐനൻ നജാഉ എന്നിടത്ത് ഇലാ ഹർഫു ജറാണ്, ഐന മജ്റൂറാണ്. ഈ ജാറ് മജ്റൂർ മുഴുവനും ഖബറായിട്ട് വന്നു, ഖബർ മുഖദ്ദമായിട്ട്. അതിന് മുബത്തദ ഏതാണ്? അന്നജാഉ എന്നുള്ളതാണ് മുബത്തദ. ഇലാ ഐനൻ നജാഉ, അപ്പോൾ അന്നജാഉ നജാ ആകുന്നത്, നജാ എന്ന് പറഞ്ഞാൽ ഓടിപ്പോകലാകുന്നത് ഇലാ ഐന എങ്ങോട്ടാകുന്നു, എങ്ങോട്ടാണ് ഓടിപ്പോകേണ്ടത്? ബി ബഗ്ലത്തി എൻ്റെ കോവർ കഴുതയും കൊണ്ട്. അപ്പോൾ എൻ്റെ കോവർ കഴുതയെയും കൊണ്ട് എങ്ങോട്ട് ഞാൻ ഓടിപ്പോകണം? ബി ബഗ്ലത്തി, ബാ ഹർഫു ജറാണ്, മബിനിയുൻ അലൽ കസ്രി, കസ്റിൻ്റെ മേൽ മബിനി. ബഗ്ലത്തി, ബഗ്ലത്ത് എന്ന് പറഞ്ഞാൽ കോവർ കഴുത. ബഗ്ലത്ത് ഇത് മജ്റൂറാണ്, തൊട്ട് മുമ്പ് ബാ ഉണ്ട്, അതുകൊണ്ട് ആ ബാഇൻ്റെ മജ്റൂറാണ് ബഗ്ലത്ത്. ഈ ബഗ്ലത്തിനെ മുത്തകല്ലിമിൻ്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ കോവർ കഴുത ബഗ്ലത്തിനെ യായിലേക്ക് ഇളാഫത്ത് ചെയ്തു. ഈ യാ മുളാഫ് ഇലൈഹിയാണ്, സുക്കൂനിന് മേൽ മബ്നിയാണ്, ഇതിൻ്റെ മഹല്ല് ജറാണ്. അപ്പോൾ എവിടേക്ക് ഞാൻ എൻ്റെ കോവർ കഴുതയും കൊണ്ട് ഓടിപ്പോകും? അത്താക്ക നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അത്താക്ക നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അല്ലാഹിക്കൂന നിന്നോട് ചേരുന്ന, നിന്നെ പിടിക്കാൻ വേണ്ടി വന്ന ആളുകളൊക്കെ നിന്നോട് ചേർന്നിരിക്കുന്നു, നിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇവിടെ അതാ എന്നുള്ളത് മാലിയായ ഫിഅലാണ്. അതിൻ്റെ ഇറാബ് എങ്ങനെയായിരിക്കും? അതാ ക, രണ്ടും വേറെ കേട്ടോ, അതാ ഉണ്ട് ക ഉണ്ട്. പറയൂ, മാലിയായ ഫീലിന് എങ്ങനെയാണ് ഇറാബ് ഉണ്ടാവുക? ഫത്തഹിന്റെ മേൽ മബിനി. ഫത്തഹിൻ്റെ മേൽ മബിനി. ഇവിടെ എവിടെ ഫത്തഹ്?
അലിഫിന്റെ മുകളിൽ അലിഫിൻ്റെ മേൽ സങ്കല്പിക്കും. ഓക്കെ ഓക്കെ ക്ലിയർ. അലിഫിൻ്റെ മേൽ മുഖദ്ദറായ ഫത്തഹിൻ്റെ മേലാണ് മബിനി. വെരി ഗുഡ്. കാ എന്നുള്ളത് നിൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ കാ എന്തായിരിക്കും? കാൻ്റെ തർക്കീബ് മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹി. അതിൻ്റെ മഹല്ല് നസ്ബായിരിക്കും. ലമീർ ആയതുകൊണ്ട് ഫത്തഹിൻ്റെ മേൽ മബിനിയാണ്. ലമീർ ആയതുകൊണ്ട് മബിനിയാണ്. മഹല്ലിലായിരിക്കും നസ്ബ് ഉണ്ടാവുക. അത്താക്ക നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. വീണ്ടും പറയാണ് അത്താക്ക നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ അത്താക്ക എന്നുള്ളത് തഅക്കീദാണ്. ഒന്നാമത്തെ അത്താക്കയുടെ തഅക്കീദ്. അത്താക്ക എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഫീല് പറഞ്ഞു, മഫ്ഊൽ പറഞ്ഞു. ഫായിൽ എവിടെയാണ്? അല്ലാഹിഖൂന എന്നുള്ളതാണ് ഫായിൽ. ഇവിടെ രണ്ട് അത്താക്ക പറഞ്ഞു. ഇതിൽ ഏതിൻ്റെ ഫായിലായിട്ട് കൊടുക്കുക? ഒന്നാമത്തതിൻ്റെയാണോ രണ്ടാമത്തതിൻ്റെയാണോ? ഒന്നാമത്തതിൻ്റെ. അതെ, ആദ്യത്തേതിൻ്റെ ആണ് ഫായിൽ. കാരണം രണ്ടാമത്തേത് മാത്രം പറയുള്ളൂ. എങ്ങനെ? രണ്ടാമത്തത് മാത്രമേ പറയുള്ളൂ. ഇനി എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാണ്. അതിനിപ്പോ ലഫ്ലിയായ തഅക്കീദാണ്. പിന്നെ ഇറാബ് പറയാത്തതായിരിക്കും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം. അവിടെ ഇപ്പോൾ മുമ്പ് വന്ന ഫീലിന് ഉള്ളത് എന്താണോ അതന്നെയാണ് ഇവിടെ ഉണ്ടാവട്ടോ. പ്രത്യേകിച്ചൊരു ഇറാബില്ല. അത്താക്ക എന്നുള്ള രണ്ടാമത്തെ അത്താക്കയും ഫത്തഹിൻ്റെ മേൽ മബിനിയാണ്. അലിഫിൻ മേൽ മുഖദ്ദറായ ഫത്തഹിൻ്റെ മേൽ മബിനിയാണ്. കാ എന്നുള്ളത് അതും എന്താണ്? ഫത്തഹിൻ്റെ മേൽ മബിനിയാണ്. ഇവിടെ ഈ രണ്ടാമത്തെ അത്താക്ക എന്നുള്ളത് ഒരിക്കലും ഇസ്നാദിന് വേണ്ടി വന്നതല്ല. അതുകൊണ്ട് അതിന് ഫായിലൊന്നും ഉണ്ടാവില്ല രണ്ടാമത്തെ അത്താക്കക്ക്. ഒന്നാമത്തെ അത്താക്കാണ് ഫായിൽ. രണ്ടാമത്തെ അത്താക്ക ഒന്നാമത്തെ അത്താക്കൻ്റെ തഅക്കീദായിട്ട് മാത്രം വന്നതാണല്ലോ. അപ്പോൾ അതിന് ഫായിലൊന്നും വേണ്ട. അപ്പോൾ ലാഹിഖൂന എന്നുള്ളത് ഒന്നാമത്തെ അത്താക്കയുടെ ഫായിലാണ്. അതിന് ഫായിൽ റഫ് വേണമല്ലോ. ഇവിടെ എങ്ങനെയാണ് റഫ്? വാവ് കൊണ്ട് റഫ്. ഇനി അപ്പോൾ നിൻ്റെ അടുക്കൽ നിന്നെ പിടിക്കാൻ വരുന്ന ആളുകൾക്ക് നിൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇഹ്ബിസ് 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 നീ തടഞ്ഞു വെച്ചോ. ഇഹ്ബിസ് നീ തടഞ്ഞു വെച്ചോ. ഒരു ഫീലും ഫായിലും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇനി അതിൻ്റെ മഫൂലിലൊക്കെ നമ്മൾ സങ്കല്പിക്കണം. ഇഹ്ബിസ് നീ തടഞ്ഞു വെച്ചോ. നഫ്സക നിൻ്റെ നഫ്സിനെ നീ തടഞ്ഞു വെച്ചോ. നിൻ്റെ ശരീരത്തെ നീ തടഞ്ഞു വെച്ചോ. അനിസൈരി അല്ലെങ്കിൽ അനിൽ ഇസ്രായി ഓടിപ്പോവലിന് തൊട്ട് തടഞ്ഞു വെച്ചോ. ഇനി ഓടിപ്പോയിട്ട് കാര്യമില്ല എന്നൊക്കെ അതിൻ്റെ മഫൂലുകളൊക്കെ നമ്മൾ സങ്കല്പിച്ച് കൊടുക്കുക. ഏതാവട്ടെ പറഞ്ഞ് ഈ ഇഹ്ബിസ് എന്നതിൻ്റെ തർക്കീബ് എന്താ? ഇഹ്ബിസ് അമ്ര ഫീലാണ് അല്ലേ? ഇഹ്ബിസ് എന്നുള്ളത് അമ്ര ഫീലാണ്. ഇഹ്ബിസ് അമ്ര ഫീല്. അമ്ര ഫീലാകുമ്പോൾ എങ്ങനെ ഇറാബ് വേണ്ടത്? മബ്നിയുൻ അല സുക്കൂനി. അവിടെ നമ്മൾ ചെയ്തപ്പോൾ വെച്ചാ ഇഹ്ബിസ് എന്നാക്കണം അല്ലേ? അവിടെ ഇഹ്ബിസ് എന്ന് തന്നെയാണുള്ളത്. പിന്നെ ബൈത്തിന് വേണ്ടി വെച്ചാൽ ഇവിടെ ഇൽത്തിഖാഉ സാക്കിനൈനുണ്ടല്ലോ, കൂട്ടി വായിക്കുമ്പോഴേ അത്താക്ക അത്താക്കല്ലാഹിഖൂന ഇഹ്ബിസ് ഇഹ്ബിസി എന്ന് പറയുമ്പോൾ ഇവിടെ സീനിന് സുക്കൂന് വേണമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി സുക്കൂനായ സീനിന് ശേഷം വരുന്ന അക്ഷരം ഏതാണ്? സുക്കൂനുള്ള അക്ഷരം തന്നെയാണല്ലോ ഹാ. ഇങ്ങനെ കൂട്ടി വായിക്കുന്ന സമയത്ത് അല്ല, അലിഫിന് വസ്ലിൻ്റെ അലിഫാണ്. കൂട്ടി വായിക്കുന്ന സമയത്ത് ഉച്ചാരണത്തിൽ അത് ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഇഹ്ബിസ് എന്നതിന് ശേഷം ഒരു അലിഫ് ഉച്ചരിക്കുന്നുണ്ടോ? ഇഹ്ബിസ് ഇഹ്ബിസി ഇഹ്ബിസ് കൂട്ടി വയ്ക്കുന്ന സമയത്ത് ഇഹ്ബിസ് ഇഹ്ബിസി കൂട്ടി വയ്ക്കുന്ന സമയത്ത് വസ്ലിൻ, അതിനാണ് വസ്ലിൻ്റെ അലിഫ് എന്ന് പറയൽ തന്നെ. അമ്രഫീലിനൊക്കെ തുടക്കത്തിലുള്ള അലിഫ് എന്ന് പറയുന്നത്
വസലിൻ്റെ അലിഫാണ്. അതായത് കൂട്ടി വായിക്കുമ്പോൾ അലിഫ് ഉണ്ടാവുമല്ലോ അല്ലെ, പറയുമ്പോ നമ്മൾ കൂട്ടി വായിക്കുമ്പോ ല്ലേ, തീന്ന് കെസറാക്കി പറയണമെന്നല്ലേ പറയണേ? സീനെ കസറാക്കി പറയണം. അലിഫ് പരിഗണിക്കൂല. ഇനി പരിഗണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനും സുക്കൂൻ തന്നെയാണല്ലോ, പരിഗണിക്കൂല, അത് വേറെ. പിന്നെയുള്ള അക്ഷരം ഹ ആണ്. ഹ സുക്കൂണുള്ള അക്ഷരമാണ്, സീനും സുക്കൂണുള്ള അക്ഷരമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സുക്കൂണുള്ള അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ഒന്നാമത്തെ അക്ഷരത്തിന് കെസർ കൊടുക്കും. അങ്ങനെയാണ് ഇഹ്ബിസ് ഇഹ്ബിസി എന്നുള്ളത് നമ്മൾ കെസർ കൊടുത്തത് ബൈത്തിൽ. സംഭവം സുക്കൂൻ്റെ മേലും അഭിനി തന്നെയാണ്. പക്ഷേ ഇവിടെ ബൈത്തിൽ എന്ത് ചെയ്തു? ഇൽത്തിഖാ ഉസാക്കിനി വന്നപ്പോൾ ഇവിടെ കെസർ നിർബന്ധമായി. അങ്ങനെ ഇവിടെ ബൈത്തിൽ എന്ത് ചെയ്യാണ്? സുക്കൂന് മറഞ്ഞിരിക്കുകയാണ്. മുഖദ്ദറായ സുക്കൂൻ്റെ മേലും അഭിനയാണ്. വായിക്കാനുള്ള സൗകര്യത്തിന് കൊടുത്തതാണല്ലേ? തീർച്ചയായും. അവിടെ അപ്പം ശേഷം മറ്റൊരു ഹിബിസി അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, വെറും ഹിബിസ് എന്ന് മാത്രമാണെങ്കിൽ സുക്കൂൻ്റെ മേലും അഭിനി, ഇപ്പോഴും സുക്കൂൻ്റെ മേലും അഭിനി തന്നെയാണ്. പക്ഷേ ആ സുക്കൂനെ കാണുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് മറ്റ് പുതിയൊരു കാരണം ഉണ്ടായതിന് വേണ്ടി ഒരു കെസർ അവിടെ വന്നു. അതുകൊണ്ട് സുക്കൂനവിടെ കാണുന്നില്ല എന്നേ ഉള്ളൂ. സുക്കൂൻ്റെ മേൽ മൊബൈൽ തന്നെയാണ്. അങ്ങനെ ഫൈന ഇല ഐന നജാഉ ബിവഗലത്തി അതാക അതാകല്ലാഹി കൂന ഹിബിസ് ഹിബിസി. രണ്ടാമത്തോടത്തിപ്പോൾ എന്തിനാണ് ഒരു സീന് കെസർ കൊടുത്തത്? ഒന്നാമത്തോടത്ത് ഓക്കെ ഇൽത്തിഖാ ഉസാക്കിനായിട്ടാണെന്ന് പറയാം. രണ്ടാമത്തേടത്തോ അങ്ങനൊന്നുമല്ല. അവിടെ എന്താ വെച്ചാൽ എന്താണ്, ശേഷം ഒരു യാ ഉച്ചരിക്കുമ്പോഴേ ഒരു യാ ഉണ്ടല്ലോ, ഇഷ്ബാഴിൻ്റെ ഒരു ഹർക്കത്ത് ശേഷം വരുന്നുണ്ട്. ആ തേക്കീതാണ്. അല്ല, കെസർ വന്നത് തേക്കീത് ആയതുകൊണ്ടൊന്നല്ല എന്നറിയാം. ഇവിടെ തേക്കീത് ഏതാണ്? ഇവിടെ ഇഹ്ബിസ് എന്ന ജുംലയെ ആണ് ആവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ജുംലയാണ് ഇവിടെ തേക്കീതായിട്ട് വന്നത്. ഇങ്ങനെ ജുംല തേക്കീതാകുമ്പോൾ ഒന്നാമത്തെ ജുംലക്ക് എന്തെങ്കിലും മഹല്ലുണ്ടെങ്കിൽ രണ്ടാമത്തെ ജുംലക്കും മഹല്ലിൽ അതേ ഇറാബ് ഉണ്ടാകും. ഒന്നാമത്തെ ജുംലക്ക് മഹല്ലിൽ എന്തെങ്കിലും ഇറാബ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ജുംലക്കും മഹല്ലിൽ ഇറാബ് ഉണ്ടാകും. ഒന്നാമത്തെ ജുംലക്ക് ഏത് ഇറാബാണോ അതേ ഇറാബ് ഉണ്ടാകും. ഇവിടെ ഒന്നാമത്തെ ഹിബിസ് എന്നതിന് പ്രത്യേകിച്ച് ഇറാബിൻ്റെ മഹല്ലൊന്നുമില്ല. കാരണം ജുംല ഖബറായിട്ട് വരുമ്പോൾ, ജുംല ഹാലായിട്ട് വരുമ്പോൾ, ജുംല സിഫത്തായിട്ട് വരുമ്പോൾ, ഇങ്ങനെയൊക്കെ പ്രത്യേക സന്ദർഭങ്ങളിൽ വരുന്ന ജുംലകൾക്ക് മാത്രമേ ജുംലക്കൊരു ഇറാബ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഹിബിസ് എന്ന ജുംലക്കാണ് പ്രത്യേകിച്ച് ഇറാബൊന്നും ഇല്ല. അതുകൊണ്ട് ഹിബിസ് എന്ന രണ്ടാമത്തെ ജുംലക്കും ഇറാബിനാൽ മഹല്ലൊന്നുമില്ല. പിന്നെ കെസർ വന്നൊന്നും അതിൻ്റെ ഇറാബല്ല. അത് പിന്നെ ഇവിടെ വായിക്കാൻ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇൽത്തിഖാ ഉസാക്കിന് രക്ഷപ്പെടാൻ വേണ്ടി പുതുതായി വന്ന കെസറൊക്കെയാണ്. അല്ലാതെ അതൊന്നും ഇറാബിൻ്റെ അടയാളങ്ങളൊന്നും അല്ല. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ബൈത്ത് സംശയമുണ്ടോ? ഇനി ലാ അബൂഹു ബിഹുബ്ബി ബസ്നത അന്നഹ അഖദത് അലയ്യ മവാസിഖൻ വ ഉഹൂദ. ലാ എന്നുള്ളത് നഫീൻ്റെ ലായാണ്. ലാനെ വീണ്ടും ആവർത്തിക്കാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഇറാബിൻ്റെ മഹല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നഫീൻ്റെ ലാ എന്നുള്ള ആ ഒരു ഹർഫിന് ഇറാബിനാൽ യാതൊരു മഹല്ലൊന്നും ഇല്ല. അതുകൊണ്ട് അതിന് തേക്കീതായിട്ട് വന്ന ഈ രണ്ടാമത്തെ ലാക്കും ഇറാബിനാൽ മഹല്ലൊന്നും ഉണ്ടാവുകയില്ല. ഏതാവട്ടെ സുക്കൂൻ്റെ അഭിനയാണ്. ലാ എന്നുള്ളത് സുക്കൂൻ്റെ അഭിനയാണ്, നാഫിയത്താണ്. രണ്ടാമത്തെ ലായും ഒന്നാമത്തെ ലാന് തേക്കീതായിട്ട് വന്നാണ് സുക്കൂൻ്റെ അഭിനി. അബൂഹു എന്നുള്ളത് മുദാരിയായ ഫിഅലാണ്. ബാഹ യബൂഹു, യബൂഹു സർഫാക്കിയാൽ അബൂഹു, യബൂഹു യബൂഹാനി സർഫാക്കിയാൽ അബൂഹു കിട്ടും. അതിനർത്ഥം ഉൽഹിറു, അൽഹറ യുൽഹിറു എന്നർത്ഥം, വെളിവാക്കുക. അല്ല അബൂഹു, ഞാൻ വെളിവാക്കുകയില്ല. ബി ഹുബ്ബി ബസ്നത, ബസ്നത്തിനോടുള്ള പ്രണയത്തെ ഞാൻ വെളിവാക്കൂല. ബസ്നത്ത് അറിയോ? ബസ്നത്ത് ആരാണെന്നറിയോ? ആരുടെ മെഹബൂബത്താണ് ബസ്നത്ത്?
ജമീൽ ബിൻ മഅ്മർ ജമീൽ ബിൻ ആ ബുസൈന ആ ബുസൈന ബസ്നത്ത് എന്നൊക്കെ വിളിക്കുണ്ടാവും, അതുകൊണ്ടേക്കും അങ്ങനെ പറഞ്ഞത് ബൈത്തിൽ. ബുസൈന അല്ലേ, ജമീൽ ബുസൈന എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. സ്നേഹം കൊണ്ട് അക്ഷരം ചുരുക്കി വിളിച്ചതായിരിക്കും ബസ്നത്ത് എന്നൊക്കെ. അപ്പോൾ ലാ അബൂഹു ഞാൻ വെളിവാക്കുകയില്ല ബി ഹുബി ബസ്നത്ത ബസ്നത്തിനോടുള്ള മഹബത്ത് കൊണ്ട് ആ മഹബത്തിനെ ഞാൻ വെളിവാക്കി പറയില്ല, ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തൂല. എന്തിനാണ് കാരണം എന്നറിയോ? അന്നഹ കാരണം അവൾ അഹദത്ത് അലയ്യ എൻ്റെ മേൽ എടുത്തിരിക്കുന്നു മവാസിക്കൻ കരാറുകളെ. അപ്പോൾ ഉഹൂദൻ ഉഹൂദ് എന്ന് പറഞ്ഞാലും കരാറുകൾ തന്നെയാണ്. അപ്പോൾ ആരോടും പറയരുത് എന്ന് പറയുന്ന ധാരാളം കരാറ് എന്നോട് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ആ സ്നേഹം ഞാൻ വെളിവാക്കി പറയില്ല. ഇതിപ്പോൾ എന്തായി? പറയില്ല എന്നാണ് എല്ലാവരോടും പറഞ്ഞ പോലത്തിലായില്ലേ. ഏതാവട്ടെ അബൂഹു എന്നുള്ളത് മുലാരി ആയ ഫീലാണ്, അത് ലമ്മത്ത് കൊണ്ടാണ് റഫ്. അബൂഹു ലോയറത്തായ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്ത ആമിൽ ആരാണ്? അബൂഹു എന്നതിന് റഫ് ചെയ്ത ആമിൽ മുലാരി ആയ ഫീലിന് റഫ് ചെയ്യുന്ന ആമിൽ ആരാണ്? അവിടെ നെസ്ബിന്റെയും ജസ്മിന്റെ അദാത്ത് ഇല്ലാത്തതുകൊണ്ട് ആ അതെ അതെ. ഹുലുവ് കേട്ടോ, പേര് മറന്നേക്കാം അല്ലേ. ഹുലുവ് ഹുലുവിനാണ് നാസിബി വൽ ജാസിമി, ഇതാണ് റഫ് ചെയ്ത ആമിൽ. ബി ഹുബി ബസ്നത്ത ബി ബാ ഹർഫു ജറാണ്, ഹുബ് എന്നുള്ളത് മജ്റൂറാണ്. ജാർ മജ്റൂറിൻ്റെ താല്ലുക്ക് അബൂഹു എന്ന ഫീലിനോടാണ് താല്ലുക്ക്. പിന്നെ ബി ഹുബി ബസ്നത്ത ബസ്നത്തിനോടുള്ള മഹബത്ത് എന്നാണ്. അപ്പോൾ ഈ ഹുബിനെ ഇലാഫത്ത് ചെയ്യാണ് ആരിലേക്ക്? ബസ്നത്തിലേക്ക് ഇലാഫത്ത് ചെയ്യാണ്. അപ്പോൾ ബസ്നത്ത് മുലാഫിലേഹിയാണ്. ആ മുലാഫിലേഹി ആകുമ്പോൾ ഇനി ഇറാബ് എന്ത് വേണം? മജ്റൂർ. ഇവിടെ എങ്ങനെ ചെറുത്? ഗൈറു മുൻസരിഫാണ്, അതുകൊണ്ട് ഫതഹത്ത് കൊണ്ട് ചെറു. ഓക്കെ. അപ്പം ബസ്നത്തിനോടുള്ള മഹബത്ത് ഞാൻ വെളിവാക്കി പറയില്ല, കാരണം അന്നഹ എന്നും ഇന്നഹ എന്നൊക്കെ വായിക്കാം. തൽക്കാലം നമുക്ക് അന്നഹ എന്ന് വായിക്കാം. അന്ന വായിക്കണമെങ്കിൽ ഒരു മുഫ്രദിൻ്റെ സ്ഥാനത്തൊക്കെ വരണമല്ലോ. ഇവിടെ മുഫ്രദിൻ്റെ സ്ഥാനത്താണ്. എന്തുകൊണ്ട് ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നത്? ബസ്നത്തിനോടുള്ള മഹബത്ത് ഞാൻ വെളിവാക്കി പറയില്ല, ലി അന്നഹ, കാരണം ഒരു ലാമോടെ ഉണ്ട്, ലി അന്നഹ. ആ ലാമിൻ്റെ മജ്റൂറായിട്ടാണ് അന്നഹ അഹദത്ത് അലിയ, ആ അന്നയും അന്നയുടെ ഇസ്മും ഖബറുള്ള ജുംല മൊത്തം വന്നിട്ടുള്ളത്. ആ മജ്റൂർ അത് മുഫ്രദിൻ്റെ സ്ഥാനത്താണല്ലോ. അപ്പോൾ നമുക്ക് അന്ന വായിക്കാം. അന്ന എന്നുള്ളത് തഅക്കീദിൻ്റെ ഹർഫാണ്, ഫത്തഹിൻ്റെ മിൻ മബിനി. ഹ എന്നുള്ളത് എന്താണ്? ഹ അന്നയുടെ ഇസ്മ്, അന്ന വന്നാൽ അന്നയുടെ ഇസ്മ് ഖബറൊക്കെ വേണം. അപ്പോൾ അന്നയുടെ ഇസ്മാണ് ഹ എന്നുള്ളത്, അന്നയുടെ ഇസ്മാണ്. അപ്പോൾ മഹല്ലിൽ എന്തായിരിക്കും ഇറാബ് ഉണ്ടാവുക? മഹല്ലിൽ നസ്ബ്. ഓക്കെ. അഹദത്ത് അവൾ എടുത്തിരിക്കുന്നു അലിയ എൻ്റെ മേൽ മവാസിക്കൻ കരാറുകൾ എടുത്തിരിക്കുന്നു. ഈ അഹദത്ത് എന്നുള്ള എന്ത് ഫീലാ? മാവിയായ ഫീലാണ്. എന്തിൻ്റെ മേൽ മബിനി? ഫത്തഹിൻ്റെ മേൽ മബിനി. ത് എന്നുള്ളത് ഫായിൽ അല്ലേ, ത് എന്നുള്ളത് ഫായിൽ. അത് റഫിൻ്റെ മഹല്. അലയ്യ എന്നുള്ളതോ? അലയ്യ ഹർഫു ജറുണ്ട്. പിന്നെന്തോണ്ട് അതിൽ? അവിടെ അല എന്നല്ല അലയ്യ എന്നുള്ളത്. അപ്പോൾ എന്താണ്? അല്ല, അലയ്യ എന്ന് പറഞ്ഞാൽ അല എന്ന ജറിൻ്റെ ഹർഫുണ്ട്, പിന്നെ യാ എന്നുള്ള ഒരു മജ്റൂറുണ്ട്, മുത്തക്കല്ലിമിൻ്റെ യാ മജ്റൂർ. അപ്പോൾ രണ്ട് യാ അടുത്തടുത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതാൻ ചെയ്ത് അലയ്യ എന്നായതാണ്. അല എന്നുള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ മജ്റൂറായിട്ട് വന്നത് മുത്തക്കല്ലിമിൻ്റെ യാ ആണ്.
രണ്ട് യാ അടുത്തെടുത്തതും ഇതാ ചെയ്ത് അലിയ എന്നായതാണ്. അപ്പോൾ ജാറ് മജ്റൂറാണ് അലിയ എന്നുള്ളത്. എൻ്റെ മേൽ താലൂക്ക് കൊടുക്കാം. അഖദത്ത് എന്നുള്ള ആ ഫീലിനോടാണ് താലൂക്ക്. എൻ്റെ മേൽ എടുത്തിരിക്കുന്നു. എന്തിനെടുത്തിരിക്കുന്നു? മവാസിക്കൻ, കരാറുകളെ എടുത്തിരിക്കുന്നു. മവാസിക്കൻ, മവാസിക്കൻ അതിന് തർക്കീബ് എന്തായിരിക്കും? മവാസിക്കൻ എന്നതിൻ്റെ തർക്കീബ് അഖദയുടെ മഫ്ഊലാണ് കേട്ടോ. അഖദയുടെ മഫ്ഊൽ. ഇനി ചോദ്യം എന്താണ്? മവാസിക്കൻ എന്നുള്ളിടത്ത് മഫായിൽ വസന് എവിടെയും പഠിച്ചിട്ടുണ്ടോ? മഫായിൽ ഈ രണ്ട് വസനുകളെ കുറിച്ച് നമ്മൾ ഒയർ മുൻസരിഫിൻ്റെ കൂട്ടത്തിൽ പഠിച്ചതായിരുന്നു. മുൻതഹൽ ജംഅ്. മഫായിൽ വസനിൽ വരുന്ന പദങ്ങളൊക്കെ എന്തായിരിക്കും? ഒയർ മുൻസരിഫ് ആയിരിക്കും. ഒയർ മുൻസരിഫ് ആകുമ്പോൾ പിന്നെ തെൻവീൻ ഉണ്ടാവോ? ഇല്ല. പക്ഷേ ഇവിടെ എന്ത് ബൈത്തിൽ അഖദത്ത് അലിയ മവാസിഖൻ എന്ന് തെൻവീനോട് കൂടെയാണ് വന്നിട്ടുള്ളത്. എന്തായിരിക്കും കാരണം? അല്ല, ഇലാഫത്തായൊന്നും തെൻവീൻ ഉണ്ടാവില്ലല്ലോ. ഇവിടെ ബൈത്ത് ആയതുകൊണ്ടാണ്. ബൈത്ത് ആകുമ്പോൾ സാധാരണഗതിയിൽ പറ്റാത്ത പല കാര്യങ്ങളും ബൈത്തിൽ പറ്റും. അങ്ങനെ ബൈത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി കുറേ ഇളവുകളുണ്ട്. ആ ഇളവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇളവാണ് ഇങ്ങനെ ഒയർ മുൻസരിഫിന് തെൻവീനൊക്കെ വരാമെന്നുള്ളത്. ഇത് ബൈത്തല്ല എങ്കിൽ അഖദത്ത് അലിയ മവാസിക്ക എന്നേ പറയാൻ പറ്റുള്ളൂ. ബൈത്താവുമ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് ഇളവുകളൊക്കെ ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്താണ്? തെൻവീൻ കിട്ടിയതാണ്. അതാണ് ഇവിടെ മവാസിക്കൻ എന്നതിൻ്റെ അവിടെ എഴുതി കൊടുത്ത് കണ്ടത്. മഫ്ഊലാണ്. മഫ്ഊൽ അഖദത്ത്. ഇത് അഖദത്തിൻ്റെ മഫ്ഊലാണ്. ഒയർ മുൻസരിഫിൻ അത് ഒയർ മുൻസരിഫാണ്. പിന്നെ സുരിഫ അതിൻ്റെ സൊർഫ് ചെയ്യപ്പെട്ടു എന്ന് വെച്ചാൽ തെൻവീൻ ചെയ്യപ്പെട്ടു. എന്തിനു വേണ്ടി? ലിൽ ലറൂറത്തി, ലറൂറത്തിന് വേണ്ടി. ലറൂറത്ത് എന്ന് നഹവിൽ പറഞ്ഞാൽ ബൈത്ത് എന്നാണ് അർത്ഥം കേട്ടോ. നഹവിൻ്റെ ഭാഷയിൽ ലറൂറത്ത് എന്ന് പറഞ്ഞാൽ ബൈത്ത്. ബൈത്തല്ലാത്തതിന് ഇഖ്തിയാർ എന്നും പറയും. ബൈത്തല്ലാത്തതിന് ഇഖ്തിയാർ എന്ന് പറയും. ബൈത്തിന് ലറൂറത്ത് എന്ന് പറയും. അപ്പോൾ ബൈത്ത് ആയതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? ഒയർ മുൻസരിഫ് ആക്കിയതൊക്കെ. ഒയർ മുൻസരിഫ് ആക്കിയതല്ല, അതിനെ തെൻവീൻ കൊടുത്ത് സൊർഫാക്കിയത്. അവൾ എൻ്റെ മേൽ എടുത്തിരിക്കുന്നു മവാസികൻ, കരാറുകൾ എടുത്തിരിക്കുന്നു. വ ഉഹൂദൻ, ഉഹൂദ് എന്ന് പറഞ്ഞാലും കരാറൊക്കെ ഒന്ന് തന്നെയാണ്. ഈ വാവ് എന്താണ്? വ ഉഹൂദൻ. വാവ് എന്തായിരിക്കും? അത്ഫിൻ്റെ വാവാണ്. ഉഹൂദൻ എന്നുള്ളതോ? അത്ഫിൻ്റെ വാവിന് ശേഷം വരുന്നത് എന്തായിരിക്കും? അതെ, മഴത്തൂഫ്. മഴത്തൂഫാണ്. അതിൽ മഴത്തൂഫ് അലൈഹി ഏതാ? ഈ ഉഹൂദിനെ എവിടേക്ക് അത്ഫ് ചെയ്യണത്? ഓക്കെ, മവാസിക്കൻ എന്ന് നമുക്കാണ് അത്ഫ് ചെയ്യണത്. ഈ മവാസിക്ക് എന്ന് പറഞ്ഞാലും ഉഹൂദ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയല്ലേ? ഏതുപോലെ? കുണ്ടും കുഴിയും എന്ന് പറയും പോലെ. കുണ്ടും കുഴിയും എന്ന് പറഞ്ഞാൽ കുണ്ട് തന്നെയാണ് കുഴിയും. ഇങ്ങനെയുള്ള ഈ അത്ഫിൻ്റെ ഒരു പ്രത്യേക പേരുണ്ട്. ആ പേരിനാണ് അത്ഫു തഫ്സീർ എന്ന് പറയട്ടോ. അത്ഫു തഫ്സീർ ഒന്നുമില്ല. മവാസിക്ക് എന്താണെന്ന് അറിയാത്തവർക്ക് ഉഹൂദ് അറിഞ്ഞാൽ മതി, രണ്ടിൻ്റെ അർത്ഥം കിട്ടും. ഉഹൂദ് എന്താ അറിയില്ലേ? നമ്മൾ മവാസിക്ക് അറിഞ്ഞാൽ മതി, രണ്ടിൻ്റെ അർത്ഥം കിട്ടും. ഈ മവാസിക്ക് എന്താണോ അത് വിശദീകരിക്കാൻ വേണ്ടി വരുന്ന ഒരു അത്ഫ്, അത്രേ ഉള്ളൂ. കുണ്ടും കുഴിയും എന്നൊക്കെ പറഞ്ഞതുപോലെ ഇതിനാണ് അത്ഫു തഫ്സീർ എന്ന് പറയാം. അത് വേറെ ഒരു താബിയൊന്നല്ല, നമ്മളെ അത്ഫും ബിൽ ഹർഫ് തന്നെയാണ്. അത്ഫും ബിൽ ഹർഫ് തന്നെ ഈ രൂപത്തിൽ വരുമ്പോൾ അതിൻ്റെ മഴത്തൂഫയും കൊണ്ട് ഉദ്ദേശം ഒന്ന് തന്നെയാണെങ്കിൽ അതിന് അത്ഫു തഫ്സീർ എന്ന് അതിൻ്റെ അർത്ഥം നോക്കി നമുക്ക് പറയാൻ പറ്റും അത്ഫു തഫ്സീറാണെന്ന്. അപ്പോൾ ഇതാണ് ഈ ബൈത്തിൻ്റെ തർക്കീബുകൾ. സംശയങ്ങളുണ്ടോ? ഓക്കെ, ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് അപ്പോൾ തവാബിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയം മുഅറബ് മബിനി അല്ല, മറിച്ച് മാരിഫി നക്കിറയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ശുക്രൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും.